ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി തനിക്കാക്കി വെടക്കാക്കി ആടിനെ പട്ടിയാക്കി ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലണമെന്ന് പറയുന്ന ഒരു വികലമായ വിവാദ വ്യവസായം കേരളത്തിലെ മാധ്യമങ്ങൾക്കും കുറച്ച് ആളുകൾക്കുമുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക്, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങൾക്ക്, സ്വന്തമായ ഒരു മേൽക്കൂരയില്ലാത്ത, ഒരു വീടില്ലാത്ത ജനങ്ങൾക്ക്, പൈപ്പ് വെള്ളമില്ലാത്ത, കുടിവെള്ളമില്ലാത്ത, ഗ്യാസ് ഇല്ലാത്ത, സ്വന്തമായി ലാട്രിൻ ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ എല്ലാവർക്കും അങ്ങനെ പണം കൊടുത്ത് പരിപാടികൾ നടത്താൻ കഴിയില്ല. അവിടെയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇതുവരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ. ചില കേന്ദ്ര പദ്ധതികൾക്ക് പ്രധാനമന്ത്രിയുടെ പേരിടും, ചില കേന്ദ്ര പദ്ധതികൾക്ക് PM പ്രധാനമന്ത്രി എന്ന് മാത്രം പറയും. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പദ്ധതികളുണ്ട് ഈ രാജ്യത്ത്. ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ നിരവധി പദ്ധതികളുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പദ്ധതികളുണ്ട്. അടൽ പദ്ധതി എന്ന പേരിൽ തന്നെ പദ്ധതിയുണ്ട്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ പദ്ധതികളുണ്ട്. EMS ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ CM കെയർ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിണറായി വിജയൻ ആവിഷ്കരിച്ച CM കെയർ പദ്ധതിയുണ്ട് കുട്ടികൾക്ക്. PM ശ്രീ പദ്ധതി. അമ്മ ഇങ്ങനെ രാജ്യത്തും സംസ്ഥാനത്തും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെ പേര് വെച്ചും പദവി വെച്ചും സ്റ്റാറ്റസ് വെച്ചും ഒരുപാട് പദ്ധതികൾ ഇന്ത്യയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും അത് നടപ്പിലാക്കുന്നതിൽ പരാതിയുമില്ല. അത് BJP ഭരിക്കുന്നിടത്ത് കോൺഗ്രസിന്റെ പേര് ഉപയോഗിച്ചുള്ള പദ്ധതികൾക്കും പരാതിയില്ല. കോൺഗ്രസും മറ്റ് പാർട്ടികളും ഭരിക്കുന്നിടത്ത് പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെയോ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടുള്ള പരിപാടിക്ക് ഒരു പരാതിയില്ല. കേരളത്തിൽ മാത്രമാണ് ഇതെല്ലാം വിവാദം. പറഞ്ഞതും പറയാത്തതും എല്ലാം ചേർത്ത് വിവാദം. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ഒരു എംബ്ലം അല്ലെങ്കിൽ ലോഗോ വച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദ്യം. അദ്ദേഹം അത് ചോദിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 1,60,000-ഓളം വീടുകൾ വെച്ച് കൊടുത്തതിൽ 4 ലക്ഷത്തോളം വീട് വെച്ചു. അതിൽ 1,60,000-ഓളം വരുന്ന വീടുകളിൽ ഈ PMAY എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വെച്ചത്. അതിൽ കുടുംബശ്രീയുടെ ഒരു മേൽനോട്ടമുണ്ട്. അവസാന ഗഡു കൊടുക്കുന്നതിന് മുമ്പ് ആ ലോഗോ വയ്ക്കണം, PMAY എന്നുള്ള ലോഗോ വയ്ക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശവും യോഗയുടെ മാതൃകയുമുണ്ട്. അത് വീടുകളിൽ വച്ച് കൊടുക്കുകയും ചെയ്തു. ഒരു വീട്ടിലെ ലോഗോ കൊണ്ട് വെച്ചാൽ 4 ദിവസം കഴിഞ്ഞ് പദ്ധതിയെ കിട്ടിക്കഴിഞ്ഞാൽ ലോഗോ പെയിന്റ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എടുത്തു കളഞ്ഞ പ്രധാനമന്ത്രിയും സംസ്ഥാന സർക്കാരും സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പഞ്ചായത്ത് മന്ത്രി എല്ലാം വീട് വിടാൻ കയറി ഇറങ്ങിയാൽ നിങ്ങൾ PMAY ലോഗോ അന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങളെ കൊന്നുകളയാന്ന് പറയും, തൂക്കിക്കൊല്ലാന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെയങ്ങ് നടക്കുന്നേ. എന്നാൽ കഴിഞ്ഞ സർക്കാർ കാരണം ഇതിൻ്റെ അത്ര 40% കേരള സർക്കാരിൻ്റെ വിഹിതമുണ്ട്. അപ്പോൾ അതിനാവശ്യമായ തുക കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിന്നതുകൊണ്ട് ഒരു ന്യായം എടുത്തങ്ങ് തള്ളി. എന്താ തള്ളിയത്? PM-ന്റെ പേരുള്ളത് കൊണ്ട് ഞങ്ങൾ വയ്ക്കൂല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദീനദയാൽ ഉപാധ്യായയുടെ പദ്ധതി എടുത്തില്ലേ? സന്നദ്ധ സംഘടനകളല്ലേ അത് കൂടുതൽ നടപ്പിലാക്കിയത്? ജവഹർലാൽ അർബൻ റിന്യൂവൽ മിഷൻ നടപ്പിലാക്കിയില്ലേ? അമൃത് പദ്ധതി നടപ്പിലാക്കിയില്ലേ? അടൽ പദ്ധതി നടപ്പിലാക്കിയില്ലേ? അപ്പൊ പൈസ കുറവുള്ളതും പറ്റുന്നതുമായ പരിപാടിക്ക് പ്രധാനമന്ത്രി ആയാലും മോഡി ആയാലും കുഴപ്പമില്ല, അല്ലാത്തതിന് പ്രശ്നം വരും. ഈ വിഷയത്തിൽ KM ഷാജി അവർ ഒരു കൃത്യമായ പ്രസ്താവന നടത്തി. എന്താ പറഞ്ഞത്? ആ ലോഗോ വയ്ക്കുന്നതിൽ എന്താ പറ്റുന്നതാണ് ചോദിച്ചത്. ലോഗോയിൽ പ്രധാനമന്ത്രി പടമുണ്ടോ? ഇല്ല. ഉടനെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പ്രധാനമന്ത്രിയുടെയും കൂടെ പടം വെച്ചുകൊണ്ട് ലോഗോ അടിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് നരേന്ദ്രമോദിയെ വയ്ക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് KM ഷാജി. എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നത്, എന്ത് തോന്നിയവാസമാണ് നടക്കുന്നത്. 1,20,000 വരുന്ന പാവപ്പെട്ട ആളുകൾ, അതായത് മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹരിജനങ്ങളുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട്, സമ്പന്ന മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവരുണ്ടെന്നേ, ദരിദ്ര കോടികളാണെന്നേ. 1,20,000 പേർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം. അതിനകത്ത് ലോഗോ വച്ചാലെന്ത് വച്ചില്ലെങ്കിൽ എന്ത്? അതാണോ അതിൻ്റെ സാങ്കേതിക വിഷയം? നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്നും മുർമുവാണ് പ്രസിഡന്റ് എന്നും ഇവിടുത്തെ കേന്ദ്രമന്ത്രിയാരെന്നും ഒക്കെ PSCക്ക് അടക്കമുള്ള എല്ലാ പിള്ളേരും പഠിപ്പിക്കുന്നില്ലേ? ഇവിടെ എത്ര പദ്ധതികളുടെ പിറകിൽ വരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ത്രിവേണിയിൽ നിന്ന്
ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ പിറകിലും പിണറായിയുടെ പണം വെച്ചിട്ടില്ലായിരുന്നോ? അതുകൊണ്ട് കോൺഗ്രസ്സായ പിള്ളേരാരും ആ നോട്ട്ബുക്ക് എഴുതിയില്ലേ? ലീഗായ പിള്ളേരെ എഴുതിയില്ലേ? എന്താണ് ഇവിടെ കേൾക്കുന്നത്? അപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ എങ്കിലും നമുക്കൊരു വിവാദം ഉണ്ടാക്കി തനിക്കാക്കി വെടക്കാക്കുന്ന ഈ പത്രപ്രവർത്തന ശൈലിയൊക്കെ ഉണ്ടല്ലോ, വളരെ മ്ലേച്ഛമാണ്. വേറെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നേ, മറ്റൊരുപാട് പണികളുണ്ട് ഈ രാജ്യത്ത്. നിങ്ങൾ അതിന് പോകൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു ജനതയെ മുക്കിക്കൊല്ലുന്നത്? കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഫെഡറൽ സിസ്റ്റത്തിൽ. സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 11 ലക്ഷമോ 20 ലക്ഷമോ വീടുകൾ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് 1 ലക്ഷമേ കിട്ടുന്നുള്ളൂ. കേന്ദ്ര വിഹിതം നമുക്ക് കുറച്ചാണ് കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് ടാക്സ് കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി തുക പിടിച്ചു വാങ്ങിക്കണ്ടേ? അതിന് പൊരട്ടി ന്യായങ്ങൾ പറഞ്ഞ് പൊട്ടി ന്യായങ്ങൾ പറഞ്ഞ് മന്ത്രി പറഞ്ഞ ഒരു വാക്കിൽ തൂങ്ങി മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതാണ് തമാശ എന്ന് പറഞ്ഞാൽ കെ എം ഷാജി അങ്ങനെ പറഞ്ഞില്ല. പറയാത്തൊരു കാര്യമെടുത്ത് കെ എം ഷാജിയുടെ മണ്ടയിൽ വെച്ച്, മന്ത്രിയുടെ മണ്ടയിൽ വെച്ച് എത്ര വിരോധാഭാസമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ പടമുള്ളൊരു ലോഗോ ഉണ്ടാക്കുക, ആ ലോഗോയാണ് സർക്കാരിൻ്റെ ലോഗോ എന്ന് പറയുക, ആ ലോഗോ വയ്ക്കാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നില്ല എന്ന് പറയുക, ഷാജി തയ്യാറാണെന്ന് പറയുക. അപ്പം അതിനകത്തൊരു നല്ല വർഗീയത ഉണ്ടല്ലോ. ലീഗ് എന്ന് പറയുന്ന പാർട്ടി BJPയുടെ നരേന്ദ്രമോദിയുടെ ലോഗോ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ. മുട്ടനാടുകളെ തമ്മിൽ ഇടപ്പിച്ചിട്ട് ഇടയ്ക്കുന്നത് ചെന്നായി ചോര കുടിക്കാൻ നിൽക്കുന്ന പോലെ ഒരു കൗതുകം ഉണ്ടല്ലോ. എന്താണ് ഇതിവിടെ സംഭവിക്കുന്നത്? ജനങ്ങൾക്ക് വളരെ ഗുണകരമായ, പാവപ്പെട്ടവർക്ക് ഗുണകരമായ, വിപ്ലവകരമായ ഒരുപാട് പദ്ധതികൾ ഈ രാജ്യത്തും സംസ്ഥാനത്തും പഞ്ചായത്തിലും ആളുകൾ വിഭാവനം ചെയ്യും. അതിനെ കേവല മുരട്ടി ന്യായങ്ങൾ പറഞ്ഞ് വട്ടി ന്യായങ്ങൾ പറഞ്ഞ് ആളുകൾക്ക് കൊടുക്കാതിരിക്കരുത്. അവരവരെ വീട്ടിൽ ലോഗോ വയ്ക്കുകയോ വച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് എടുത്തു കളയുകയോ ഒക്കെ ചെയ്തോട്ടെ. പദ്ധതികൾ വരിക തന്നെ വേണം, പദ്ധതികൾ വാങ്ങി കൊടുക്കുക തന്നെ വേണം. അതിൽ ആരുടെ പടമുണ്ടെന്നോ ആരുടെ ലോഗോ ഉണ്ടെന്നുള്ളതോ ഒന്നും അല്ല വിഷയം. വിഷയം പദ്ധതികൾ നഷ്ടപ്പെടുത്തരുത്. ഇവിടെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ പടമില്ലെന്നേ, PM എന്നല്ലേ പറയുന്നേ. പ്രധാനമന്ത്രി എന്ന ആവാസ് യോജന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാ ആവാസ് യോജന ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുണ്ടായിരുന്നു, രാജീവ് ഗാന്ധി ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ഉണ്ടായിരുന്നു, അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുണ്ടായിരുന്നു, ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുണ്ട്. എത്ര ആളുകളുടെ പേരിലാണ് ഇന്ത്യയിൽ പദ്ധതികൾ നടക്കുന്നത്? അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമുണ്ട്. വളരെ കഷ്ടമാണ് കേട്ടോ. സങ്കടകരമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള ഒരു തരം പത്രപ്രവർത്തനമാണ് ഇത്. അശ്ലീലമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, വികസന വിരുദ്ധമാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയുക തന്നെ വേണം.